എന്റെ പൊന്നപ്പച്ച ഞാൻ ഈ കുടുംബയൊക്കെ കിട്ടിയാൽ മഹാബോറായിരിക്കും. രാജുവിന്റെ ഒരു ഭാഗ്യമോ ദൈവാധീനമോ അതോ അച്ഛന്റെ അനുഗ്രഹമോ ഒന്നും അറിയത്തില്ല. പിന്നെ വന്നത് എല്ലാം ഹീറോ പടങ്ങളാണ്. സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ദൈവം പോലെ കാണുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് ജീവിക്കാനുള്ള കാശ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈശ്വരനോട് നന്ദി പറയുന്നത് എന്റെ സുഹൃത്തിനോടും ഞാൻ നന്ദി പറയാം. ജോലിയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതെ. അതിന്റെ കൂടെ ഇപ്പൊ കിട്ടുന്ന ജോലിയെല്ലാം എനിക്ക് ബോണസാ. ഞാൻ കൊണ്ട് ബാങ്കിൽ അപ്പൊ എനിക്ക് ഇഷ്ടംപോലെ കൊച്ചുമക്കൾക്ക് ഒരു ഓണം ഒരു ഉടുപ്പ് വാച്ചാൽ എന്റെ മക്കൾക്ക് ഇപ്പോഴും അതെ ഓണത്തിന് ഞാൻ എന്റെ വക ആ കസവ് മുണ്ടും ഷർട്ടും ആദ്യമേ അങ്ങ് കൊടുക്കും. പിറന്നാളിന് ഓണത്തിനൊക്കെ കൊടുക്കും. ഇന്ന് മോഹൻലാൽ പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മമ്മൂട്ടി എപ്പോൾ വളരെ കുറച്ചേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ സെൻസിബിൾ ആയിട്ട് മമ്മൂട്ടി സംസാരിക്കും. മോന്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ കിട്ടി 4-5 സിനിമ എല്ലാം കൂടെ വന്നൊരു താരമായി മാറാനുള്ള ഒരു അവസരം വന്നാൽ അത് ചെയ്യുമോ അതോ ഓസ്ട്രേലിയയിൽ തിരിച്ചു പോകുമോ? ഈ സുകുമാരന്റെ മകനാണ്, അഭിനയം കാണും, കുറച്ച് വലിയ ചേച്ചിയുടെയും കാണും എന്നൊരു ചെറിയ വിശ്വാസം അവനിലുണ്ടല്ലോ. പക്ഷെ എന്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഇയാളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയട്ടെ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം, വന്ന് ഉടുതുണിന്ന് വരെ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു ലെവലിലേക്ക് പോയി തുടങ്ങി. മര്യാദയ്ക്ക് വേഷം കെട്ടി നടന്നവരൊക്കെ വേഷവിധാനത്തിൽ മാറ്റും. അത് അവരുടെ ഇഷ്ടമാണ്, ചിലവരെ കുറ്റപ്പെടുത്തരും. പക്ഷെ അത് കാണുമ്പോ ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ്. അതാണ് തെറ്റ്. അതിനൊന്നും ഞാൻ ആണുങ്ങളെ പറയത്തില്ല. എന്നെ പറയും വലിയ സ്ത്രീ വിരോധി എന്ന് പറയും, വലിയ ചേച്ചി. അല്ലല്ലല്ല, അത് നമ്മൾ പറയിപ്പിക്കുന്നതാ. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരു പ്രസ്ഥാനം തുടങ്ങിക്കൂടെ? അല്ല, തുടങ്ങിയിട്ട് പിന്നെ ഈ സംസാരിക്കാൻ അറിയാൻ വയ്യാത്ത കുറെ പേര് അതിന്റെ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. സംസാരിക്കാൻ അറിയാവുന്നവർ വേണം അതിന്റെ കമ്മിറ്റി വരാൻ. അല്ലാതെ 3-4 പെൺപിള്ളേർ സ്ത്രീ സമത്വം ഞാൻ ഈ ആദ്യം പറഞ്ഞാല്. ഈ അടുത്ത് ഭരദ്വാജ് രംഗനായിട്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതില് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം, ഒരു ചോദ്യമുണ്ട്. 20 വയസ്സായ പൃഥ്വിരാജിനോട് എന്തെങ്കിലും ഒരു ഉപദേശം ഇന്നത്തെ പൃഥ്വിരാജിന് കൊടുക്കാനുണ്ടെങ്കിൽ അതെന്തായിരിക്കുമെന്നാണ്. അപ്പൊ അതിന് മറുപടിയായി പൃഥ്വിരാജ് പറയുന്നത് എല്ലാം ശരിയാവും, അമ്മ നോക്കിക്കോളും എന്നാണ്. അത് ഇംഗ്ലീഷിലാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു 6 മാസത്തെ കഥയാണ്. അതായത് 6 മാസം ഇവിടെ നിന്ന് സിനിമ ചെയ്ത് ഞാൻ തിരിച്ചുപോയി കോഴ്സ് ചെയ്തോളാം അമ്മ എന്ന് പറയുമ്പോ അമ്മ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ സിനിമ ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ആ കോഴ്സ് ഇപ്പൊ ചെയ്യണ്ട, സിനിമ ചെയ്യുമെന്നാണ്. എന്തായിരുന്നു ഇത്രയും ധൈര്യം? സത്യം പറയുകയാണെങ്കിൽ ഇവര് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സുഹൃത്തിനും ഒന്നിനും വന്നില്ലെങ്കിലും മക്കളുടെ ആനുവൽ ഡേക്ക് വരും. എന്നിട്ട് ഞങ്ങള് സൈനിക സ്കൂളിലും ഒക്കെ ഇവരുടെ പെർഫോമൻസ് എന്നൊക്കെ ഇവർ രണ്ടുപേരും അഭിനയിക്കുകയും ചെയ്യും, പാട്ടും പാടും. പ്രത്യേകിച്ച് രാജു എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം അന്ന് വളർന്ന് സ്കൂളിലെ കുട്ടികളെ ഫ്രണ്ട്സിനെ. അപ്പൊ അങ്ങനെ ഇതൊക്കെ കാണുമ്പോ സുഖമായിട്ട് തന്നെ പറയും ആര് മിക്കവാറും സിനിമയെ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, ഇത് പറയുന്നിട്ട് അത് വലിയ മോശമാണെന്ന് തോന്നുന്നില്ല, നമ്മൾ രണ്ടുപേരും അതിനകത്ത് നല്ല ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷെ ഇവർ രണ്ടുപേരും അവർക്ക് ജന്മസിദ്ധമായിട്ട് ഇച്ചിരി അഭിനയിക്കാന്, പിന്നെ സൈനിക സ്കൂളിൽ ട്രെയിനിങ് കാരണം എവിടെയും സംസാരിക്കാനുള്ള ഒരു ഇതൊക്കെ ആ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടി. തീർച്ചയായിട്ടും അതെ, ആ ഫൗണ്ടേഷൻ അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആയിട്ട് ആ ഫൗണ്ടേഷൻ ഇട്ടുകൊടുത്തത് സൈനിക സ്കൂളാണ്. അന്ന് രാജുവിന് സിനിമ അഭിനയം മാത്രമല്ല കേട്ടോ, ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് അത് സുവർണോട് തന്നെ കൊച്ചിലെ ചോദിക്കുമായിരുന്നു. മറ്റേതിന്റെ കാര്യം, ഹെലികോപ്റ്റർ പോകുന്ന കാര്യം, മറ്റേത് ഇങ്ങനെ പലതും ചോദിക്കും. അപ്പോഴൊക്കെ സുവർണ പറയും സിനിമ അഭിനയം മാത്രമല്ല, അവന് പല പുസ്തകങ്ങളും അവന് വായിക്കണം എന്നുണ്ട്, അറിയണം എന്നുണ്ട്, ഫിലിം മേക്കിങ് ഇനി വല്ല ഡയറക്ഷൻ ആണോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, മോനിങ്ങനെ പറഞ്ഞു അമ്മേ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇനി എനിക്കൊരു ഓറിയന്റേഷൻ കോഴ്സ്, അതേ വളരെ കേട്ടോ. വർഷത്തില് മോന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, എന്താ ഒരു ഗോൾഡൻ ലോട്ടസോ അങ്ങനെയൊക്കെ. ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യക്കാരന് ഫസ്റ്റ് ഇയർ കിട്ടുന്നത് മോനാന്ന് തോന്നുന്നു അവിടെ. അപ്പൊ അതൊക്കെ വാങ്ങിച്ച ഒരു കുട്ടിയാ. അപ്പൊ പിന്നെ ഒരു 9 മാസം അവർക്ക് ഒരു ഓറിയന്റേഷൻ കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ എക്സാം, അത് കഴിഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടേണ്ടത്. അങ്ങനെ ഈ സുവേട്ടന്റെ പേരിൽ ഞാനൊരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, പി സുകുമാർ. ഇപ്പോഴും ട്രസ്റ്റ് ഉണ്ട്, ഞാനത് പക്ഷെ വലിയ പരസ്യം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം ആദ്യത്തേതിന് തിരുവനന്തപുരത്ത് എല്ലാവരും, സത്യം പറഞ്ഞാൽ അത് മമ്മൂട്ടി, മോഹൻലാൽ അടക്കം, ജയഭാരതി അടക്കം. ജയഭാരതിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് അതിനുവേണ്ടി മെനക്കെട്ട് എന്റെ ഉദ്ഘാടനത്തിന് വന്നു എന്ന് മാത്രമല്ല, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, വന്നൊരു ഡാൻസ് ഒക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈശ്വര ഇത്രയും സഹകരിച്ചല്ലോ എല്ലാവരും എന്റെ സുഹൃത്തിന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഞാൻ തുടങ്ങിയപ്പോൾ. അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് രാജുവിന്റെ അവധി നോക്കി വെച്ചതാ ഞങ്ങള്. അവന് 1.5 മാസത്തെ അവധിക്ക് വന്നതാ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അതിന്റെ ആ ഫംഗ്ഷൻ നടക്കുന്നതിന്റെ അന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ നടൻ സിദ്ദിഖ്, പക്ഷെ എന്നെ വിളിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തും വിളിച്ചു, ഫാസിൽ സാറും വിളിച്ചു. ഞാൻ ഫാസിൽ സാറിനെ അങ്ങോട്ട് വിളിച്ചു. അവിടെ രഞ്ജിത്ത് പാച്ചൊക്കെ ഒരു വീഡിയോയ്ക്കകത്ത് രാജുവിന്റെയും അസിന്റെയും കൂടെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് വിളിച്ചു.
അപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ അതെ നല്ലൊരു ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ ഒരു വേഷം ധരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവനൊരു ഫ്ലെയർ ഉണ്ട് വലിയ അവൻ മിക്കവാറും എന്നൊക്കെ ഒരു സാറ് ഒരുപാട് ഒരു പ്രോത്സാഹജനകമായ വർത്തമാനമാണ് ഫാസിൽ സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അവനോട് സംസാരിച്ചേട്ടാ, അവൻ ഏതായാലും 1.5 മാസത്തെ അവധിയേ ഉള്ളൂ, അതിന് ഒരു ഫെബ്രുവരി അവസാനം തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് ആദ്യം ഇല്ല നമുക്കിത് ആകപ്പാടെ ഒരു 30 ദിവസം കൊണ്ട് തീർക്കാം ചേച്ചി വർക്കൊക്കെ, എന്നാലും പിന്നെയും 15 ദിവസം കിടക്കുകയല്ലേ, അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് അവനെ കൊണ്ട് തന്നെ നമുക്ക് പറ്റിയ ഡബ് ചെയ്യിച്ചിട്ട് അങ്ങ് വിടാം. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഇപ്പൊ എന്ത് പറയുന്നു മോനെ, അപ്പൊ പറഞ്ഞു അല്ലമ്മേ അത് ഈ പറയുന്ന പോലെ തീർന്നില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്തേ എഴുതിച്ചപ്പോ എന്റെ മനസ്സിൽ ഈ പറഞ്ഞിട്ട് ഇവന് ഈ സിനിമയുടെ ഒരു ശകലം ഉണ്ടെന്നും ഉള്ളില് എനിക്കറിയാം, അവനതിനുള്ള കഴിവുണ്ടെന്നും എനിക്കറിയാം. അപ്പൊ ഞാൻ വെറുതെ പറയുന്നു നീ അവിടെ ഒന്ന് എഴുതി ചോദിക്കും ടാസ്മാനിയല്ല ഒരു വേണ്ടി വന്നാൽ എനിക്കൊരു 15 ദിവസത്തെ ലീവ് തരാമോ, നാട്ടില് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ച കാര്യമൊക്കെ അവർക്കറിയാമല്ലോ, 1-2 പേഴ്സണൽ കാര്യങ്ങളാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് രാജുവിന്റെ എഴുത്തല്ലേ വളരെ വിശദമായിട്ട് സ്ഥലമൊക്കെ എത്ര നാൾ കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇനി വല്ല ഇത്ര ഏജിനുള്ളിൽ എഴുതി തീർക്കണം എല്ലാം വിശദമായിട്ട് ചോദിച്ചപ്പോൾ അവിടുന്ന് വന്ന മറുപടി ലീവിന് പ്രശ്നമൊന്നുമില്ല എന്ന് മാത്രമല്ല ഇയാൾ ഇന്ത്യയിലായ സ്ഥിതിക്ക് 30-35 വയസ്സിനുള്ളിൽ ഇത് എഴുതിയെടുക്കാം, ക്യാമ്പസിൽ തന്നെ പഠിച്ചിട്ട്, അതിന് പ്രായപരിധി ഒരു പ്രശ്നമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ എന്തോ പറയുന്നത് അമ്മ എനിക്ക് ആ കൂടെ ടെൻഷൻ, ഞാൻ എന്തിനാ മക്കളെ ടെൻഷൻ അടിക്കുന്നത്, അവര് തന്നെ പറഞ്ഞല്ലോ ലീവ് എടുക്കാമെന്ന്. പക്ഷെ ആ ലീവ് എടുക്കുമ്പോൾ അതുകൊണ്ട് നിനക്കുണ്ടാവുന്ന ഒരു പാഠ്യ പദ്ധതിയിലെ എന്തെങ്കിലുമൊക്കെ ചില വിട്ടുപോകുകയോ പഠിക്കാതെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നീ മേക്കപ്പ് ചെയ്യണം, അത് നിന്റെ ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്ത് നോക്ക്, മോനൊരു ചെറിയ താല്പര്യം ഉള്ളിൽ കിടപ്പുണ്ടല്ലോ എന്ന് അവന്റെ മുഖം അങ്ങ് സന്തോഷമായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനിത് സമ്മതിക്കുമോ എന്നുള്ള ഒരു ഉള്ളിലൊരു തോന്നൽ അവനുണ്ടായിരുന്നുള്ള. ഞാൻ അമ്മയ്ക്ക് എന്താടാ മോൻ പഠിക്കുമെന്നുള്ള അമ്മയ്ക്ക് അറിയാമല്ലോ, അപ്പൊ അതുകൊണ്ട് 15 ദിവസം ലീവ് എടുത്തിട്ടോ, ഇനി 15 അല്ല 30 ദിവസം എടുത്താലും അത് കഴിഞ്ഞ് ചെന്ന് പഠിക്കാൻ അവർ സമ്മതിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ ഉത്സാഹിച്ച് തന്നെ സത്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു അമ്മേ ഇപ്പൊ ഈ പടം എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോ വേറെ വല്ലൊരു പടവും കൂടെ വന്നാലോ. ഞാൻ പറഞ്ഞു എന്നാ അമ്മ സംസാരിക്കട്ടെ, മോന്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ കിട്ടി, 4-5 സിനിമ എല്ലാം കൂടെ വന്നൊരു താരമായി മാറാനുള്ള ഒരു അവസരം വന്നാൽ നീ അത് ചെയ്യുമോ അതോ ഓസ്ട്രേലിയയിൽ തിരിച്ചു പോവോ? അന്നേരം മോൻ പറഞ്ഞു 35 എന്നൊക്കെ അവര് പറയും, അന്ന് അത്രയ്ക്ക് വയസ്സില്ല, 19-20 ഉള്ളൂ. അമ്മ ഞാനൊരു 25 വയസ്സ് വരെ സിനിമ നോക്കും, പറ്റിയില്ലെങ്കിൽ 35-നുള്ളിൽ പോയി എടുക്കും, വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിക്കും. അമ്മ എന്നാ എന്റെ മോന്റെ കാര്യം നിന്നോ, സിനിമ നോക്ക്, കാരണം എന്താന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇവരെങ്കിലും എന്റെ അടുത്ത് കാണും, എന്തെല്ലാം എഞ്ചിനീയറിംഗിന് തമിഴ്നാട്ടിൽ പിടിക്കുക. അപ്പോ പിന്നെ രാജുവിന് എനിക്കറിയാം, രാജു പോയിട്ടൊരു ഡിഗ്രി എടുത്ത് ഇപ്പോ ഒരു ഡിഗ്രി എടുത്ത് കുറച്ച് ഇംഗ്ലീഷും മലയാളവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ വലിയ ആളായെന്നൊരു ധാരണയുള്ള കാലമാണ്. അതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ്, ജീവിത പരിചയം എന്ന് പറയാം അല്ലേ. എത്ര ഇംഗ്ലീഷ് പറയുന്നവരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മള് ജീവിതം എന്താന്ന് മനസ്സിലാക്കുക, നമ്മളെ ജന്മം കൊണ്ടും നമ്മുടെ വളർത്തിയ രീതികൾ കൊണ്ടും നമ്മുടെ സംസ്കാരം എന്താണ്, തറവാടിത്തം എന്താണ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഇതൊന്നും ഡിഗ്രി കൂടെ മാത്രം കിട്ടുന്ന കാര്യമല്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. ഞാൻ എന്റെ പൊന്നുമോൻ അഭിനയിക്കുന്നു പറഞ്ഞു, എന്റെ ഈശ്വര ദൈവത്തിനോടാണ് ഞാൻ പറയുന്നത്. നന്ദനം ഷൂട്ടിംഗ് നടക്കുമ്പോ തന്നെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, സാത്താൻ എന്ന് പറയുന്ന സാജന്റെ പടം, ഇതെല്ലാം കൂടെ അവിടെ നിന്ന് നോക്കുക ചെയ്യോ. അപ്പൊ ഇതിന്റെ സ്റ്റില്ലൊക്കെ വന്നപ്പോഴ് രാജീവ് ഇച്ചിരി നിറമൊക്കെ ഉണ്ട്. അപ്പോൾ പോലെങ്കിൽ ഈ സുകുമാരന്റെ മകനാണ്, അഭിനയം കാണും, കുറച്ച് വലിയ ചേച്ചിയുടെയും കാണും എന്നൊരു ചെറിയ വിശ്വാസം അവനിലുണ്ടല്ലോ. പക്ഷെ എന്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഇയാളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയണ്ടേ. അങ്ങനെ വന്ന് ഈ പറഞ്ഞതുപോലെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, രാജസേനൻ, ഈ നന്ദനം, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൊള്ളാൻ കേട്ടോ, അവർ ഇച്ചിരി പൊക്കവും നിറമൊക്കെ ഉണ്ടാവും, നിൽക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോ തികച്ചും വിപരീതമായ വേറൊരു കഥാപാത്രം സാത്താൻ, വയലൻസിലെ സ്റ്റോപ്പ് വയലൻസ്, അതെ, ഇതെല്ലാം കൂടെ വന്ന് പിന്നെ ഇവനങ്ങോട്ട് ഓരോന്നോരോന്നോരോന്നോരോ രാജുവിന്റെ ഒരു ഭാഗ്യമോ ദൈവാധീനമോ അതോ അച്ഛന്റെ അനുഗ്രഹമോ ഒന്നും അറിയത്തില്ല. പിന്നെ വന്നത് എല്ലാ ഹീറോ പടങ്ങളാണ്, എല്ലാ ഹീറോ ആയിട്ട് തന്നെയാണ് വരുന്നതും ഒക്കെ. അങ്ങനെ കയറി സിനിമയായി. അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ സിനിമയും കൊണ്ടത് ഒരു പേപ്പർ കൂടെ കൂടെ ഡിഗ്രി പറഞ്ഞു വെച്ചിട്ട് എന്തോ ചെയ്യാനാടാ നീ, ശരിയാണ് നല്ല കാര്യം, ഒരു ഡിഗ്രി കിട്ടിയാൽ നീ ആ ജോലിക്ക് പോകണമെങ്കിൽ അപ്പൊ, കാരണം അന്നത്തെ അവിടെ പഠിപ്പിക്കുന്നതിന്റെ ചെലവറിയാമല്ലോ. പക്ഷെ പാവ ദൈവമേ, ഞാൻ വലിയ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് SBT എന്നൊക്കെ അയച്ച് പഠിപ്പിച്ചെങ്കിലും 5 വർഷത്തേക്കാണ് എടുത്തത്.
ഒരു 2-2.5 വർഷമേ ഞാൻ അടച്ചുള്ളൂ. ബാക്കി പിന്നീട് അവനും കൂടെ വന്ന് ഇല്ലമ്മ ഞാനും കൂടെ സഹായിക്കാന്നൊക്കെ പറഞ്ഞത് അവനാണ് അത് ചെക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത്. അങ്ങനെ അതിന് ബുദ്ധിമുട്ടൊന്നും ദൈവം സഹായിച്ച് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഇനി അടുത്ത 5 വർഷം കൊണ്ട് നീ അവിടെ പോയിട്ടൊരു പേപ്പർ കൊണ്ടത് ഇവിടെ വെച്ചിട്ട് ഇതവിടെ ഇതാണ്ടേ ഞാൻ സിനിമയിൽ അഭിനയിക്കാം എന്ന് പറയാൻ സിനിമയിൽ ഇപ്പൊ ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി വേണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ അവന്റെ ഉള്ളില് അവന്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അറിയാനും കൂടെ തമാശ പറഞ്ഞിങ്ങനെ കൂടുതൽ അമ്മയാ ഞാന്. അപ്പൊ അവനത് ഒരു വലിയ സന്തോഷമായി. അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ലല്ലോ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇനി പോകുന്നതിൽ ഇത്രയും ലോണൊക്കെ എടുത്ത് എന്നെ പഠിപ്പിച്ചിട്ട്. ഞാൻ പറഞ്ഞു എന്തുവാടാ ഇപ്പൊ നിനക്ക് അതിന് ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉള്ള ഒരു കുഞ്ഞാ നീ, എനിക്കറിയാതൊക്കെ പഠിക്കും. അങ്ങനെ സിനിമയിലേക്ക് വന്നത് അതാണ്. 6 മാസം കൊണ്ട് അമ്മ ശരിയാക്കിക്കോ എന്ന് പറയാൻ കാര്യം അത് അവന്റെ മനസ്സിലുണ്ട്, എന്റെ മനസ്സിലുണ്ട്, ഇന്ദ്രന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞങ്ങൾ എപ്പോഴും പറയാറില്ല. ആ സ്നേഹമാണ് എന്റെ മക്കൾക്കൊക്കെ എന്നോടുള്ളത് സത്യം പറഞ്ഞ. സാധാരണ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയുടെ കീഴിൽ വളരുന്ന മക്കൾ എപ്പോഴും അമ്മയെ കുറിച്ച് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അമ്മയോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അതേ കുറിച്ച് സെൻസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള മക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, അമ്മ കുട്ടികൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ പൃഥ്വിരാജിനും ഇന്ദ്രജിനും അതില്ല. ഇല്ല. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയാം കല്യാണം കഴിഞ്ഞതിന് ശേഷം. കാരണം ഇന്നത്തെ തലമുറ ഞാനിപ്പോ എന്റെ മരുമക്കൾ വലിയ സ്നേഹമാണ്. ഞാൻ എനിക്ക് ആശുപത്രിയിലോ എന്തെങ്കിലും ഒരു പോകണമെങ്കിൽ എല്ലാവരും അവരാ കൊണ്ടുപോകുന്നതും. പക്ഷെ ഞാൻ പറയും, കാരണം എന്താ പറയുക, ചില അമ്മായിയമ്മമാർക്കുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിള്ളേരിടവും വരെ നിൽക്കണം എന്നുള്ളത്. അതൊക്കെ വിട്ടുകൊടുക്കണം മോനെ. അവരായി അവരുടെ ജീവിതം പടുത്തുയർത്താൻ കിടന്ന് തെക്കോട്ട് പുറക്കോട്ട് പാടുപെടുന്ന കാലത്ത്. പക്ഷെ എനിക്കൊരാവശ്യമുണ്ട്, എന്റെ മക്കൾ ഇടവും മൂലവും സ്ട്രോങ് ആയിട്ടുണ്ട്, അതുപോലെ അമ്മ എന്തുണ്ട് എങ്ങനെയുണ്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതെന്റെ സുഹൃത്തും ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് ഞാൻ സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ദൈവം പോലെ കാണുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് ജീവിക്കാനുള്ള കാശ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, സുഖമായിട്ട് ജീവിക്കാൻ അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കിങ്ങനെ മാസം മക്കളെ നിന്ന് വാങ്ങിച്ചിട്ട് വേണം അരി വാങ്ങിക്കാൻ, മരുന്ന് വാങ്ങിക്കാൻ, അതില്ല. അത് ഈശ്വരനോട് നന്ദി പറയുന്നത്, എന്റെ സുഹൃത്തിനോടും ഞാൻ നന്ദി പറയാം. ജോലിയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അതെ, അതിന്റെ കൂടെ ഇപ്പൊ കിട്ടുന്ന ജോലിയല്ല എനിക്ക് ബോണസാ. ഞാൻ കൊണ്ട് ബാങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ കൊച്ചുമക്കൾക്ക് ഒരു ഓണം 100 ഉടുപ്പ് വാച്ചാൽ എന്റെ മക്കൾക്ക് ഇപ്പോഴും അതെ. അവര് ചോട്ടുകൊണ്ടിരുന്ന ചില താമസിച്ചാലും ഓണത്തിന് ഞാൻ എന്റെ വക ആ കസവും കൊണ്ടും ഷർട്ടും ആദ്യമേ അങ്ങ് കൊടുക്കും. പിറന്നാളിന് ഓണത്തിനൊക്കെ കൊടുക്കും. അതൊരു സന്തോഷമാണ് കേട്ടോ, അവർക്കും സന്തോഷമാണ്. അവർക്കറിയാം ഓണം ആകുമ്പോ അമ്മ അതുമൊക്കെ ആയിട്ട് വരുമെന്നറിയാം. അതൊരു പഴയ രീതിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. എന്നാലും അത് കൊടുക്കും. അതിനൊന്നും ഞാൻ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ല. അവിടെയാണ് എനിക്ക് എന്റെ സുഹൃത്തിനും ഞാനിപ്പോ ജോലി ചെയ്ത് കിട്ടുന്ന കാശിന്റെയും ഒരു പ്രയോജനം. എനിക്ക് കൂടുതൽ സന്തോഷം തരുന്ന അവിടെ. ആരെ ആശ്രയിക്കാതെ ഞാൻ ഒരു മക്കളെ പടലിൽ കയറി ജീവിക്കുന്ന ആളല്ല, ഒരിക്കലുമല്ല. അവരുടേതായ ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും എല്ലാം എനിക്കറിയാം. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനോട് അതിൻ്റെ ഇടയിൽ കൂടെ കിടന്നുകൊണ്ട് ഇനിയിപ്പോ ഇനി കൂടെ കയറി താമസിച്ചാലും അപ്പൊ അത് അവർക്ക് എന്തെങ്കിലും ഒരു അവരുടേതായ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാനും അമ്മ ഇരിക്കും എന്നിട്ട് വരും. അതല്ലേ ഇപ്പൊ എനിക്കാണെങ്കിലും വരത്തില്ലേ. ഇപ്പൊ സുഹൃത്തിന്റെ അമ്മ ഇരിക്കുമ്പോ എനിക്ക് സുഹൃത്തിനോട് പറയാവുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അല്ലാത്തപ്പോ എന്തോ സുഹൃത്ത് നല്ല 2 അടിച്ചല്ലേ എന്നൊക്കെ പറയും, നമുക്ക് ചോദിക്കാം. ഇപ്പൊ അമ്മ ഇരിക്കുമ്പോ പറ്റുമോ? അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ വെള്ളമടിക്കാതെന്നുള്ളതല്ല, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം കിട്ടുന്ന അതാണ് നല്ലത്. പക്ഷെ ഇന്ന് ഫ്രീഡം എന്നുള്ള വാക്കിനെ പലതരത്തിൽ ഇന്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട് പലരും. അത് ശരിയല്ല. ഞാൻ ഈയിടെ ഞാൻ സംസാരിച്ചു ഈ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ വന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറയുന്നുണ്ട്, ശരിയാണ്, ഒരു ആവശ്യം വന്നാൽ നമ്മുടേതായ സൗകര്യത്തിൽ ഇപ്പൊ യാത്ര പോകുന്നു. എനിക്ക് ചിലപ്പോൾ ഇതുപോലെ സാരി ഒന്നും എടുത്തുകൊണ്ട് പ്ലെയിനിൽ കയറാനൊക്കത്തില്ല. അപ്പൊ ഒരു സൽവാർ കമ്മീസോ ചുരിദാറോ ഒക്കെ ഇട്ട് നമ്മൾ പോകും. അത് നമ്മുടെ സൗകര്യം. നമ്മുടെ മക്കളും കൊച്ചു മക്കളും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒരു കടപ്പുറത്ത് പോവുകയും ചെയ്യും. അപ്പൊ നനയാതിരിക്കാൻ നമ്മൾ കുറച്ചുകൂടെ. പക്ഷേ ഒരുപാട് മാന്യദേഹങ്ങൾ വരുന്ന ഒരു സദസ്സിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആരുടെ മകള് എങ്ങനെ നമ്മളെ വളർത്തി, ഇതെല്ലാം ഒരു വലിയ പോയിന്റ് തന്നെയാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ അല്ലാതെ ഇപ്പോൾ ഈ പറയുന്നവൻ്റെ തൊട്ട് എവിടെങ്കിലും ചാനലിൽ ഇരുന്ന് ആരെങ്കിലും തെറി വിളിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം. വന്ന് ഉടുതുണിന്ന് വരെ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു ലെവലിലേക്ക് പോയി തുടങ്ങി. മര്യാദയ്ക്ക് വേഷം കെട്ടി നടന്നവരൊക്കെ ഇപ്പൊ വേഷവിധാനത്തിൽ മാറ്റും. അത് അവരുടെ ഇഷ്ടമാണ്, ചിലവരെ കുറ്റപ്പെടുത്തരുത്. പക്ഷെ അത് കാണുമ്പോ ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ്. അതാണ് തെറ്റ്. അതിനൊന്നും ഞാൻ ആണുങ്ങളെ പറയത്തില്ല. എന്നെ പറയും വലിയ സ്ത്രീ വിരോധി എന്ന് പറയും, വലിയ ചേച്ചി. അല്ലല്ലല്ല, അത് നമ്മൾ പറയിപ്പിക്കുന്നതാ.
നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇവിടെ കേരളത്തിലെ പെൺകുട്ടികൾ ഒരു പൊതു സദസ്സിൽ വരുമ്പോ, ഒരു പൊതുവായ ഒരു സ്ഥലത്ത് വരുമ്പോ എങ്ങനെ വരണം, അതിൽ നിന്നും അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരാൾ വിപരീതമായി, ഇപ്പൊ ഞാൻ നാളെ ഒരു ജീൻസ് ഒരു ഷർട്ടൊക്കെ 2 ബട്ടറൊക്കെ തുറന്നിട്ട് വന്നിരിക്കുക, നിങ്ങൾ വിചാരിക്കില്ല അയ്യോ തളയ്ക്കത് എന്തോ ചോദിക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഉള്ള പോലെ. അപ്പൊ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു കുടുംബപരമായിട്ട് നമ്മൾ ആരാണ്, അല്ലെ നമ്മളെ എങ്ങനെ വളർത്തി, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മൾ പഠിച്ച സ്ഥലം, സ്കൂളായാലും കോളേജായാലും നമ്മുടെ അധ്യാപകർ നമ്മളെ കുറിച്ച് പറയുന്നത്, ഇതൊക്കെ ഒരു വലിയ പ്രധാന ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്ത് വേണം നമ്മളൊരു പൊതുവായ സദസ്സിൽ പോകാൻ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മാന്യമായിട്ട് നിൽക്കുക. അല്ലാതെ ഇത് ആരുടെ വേഷമാണ് നല്ലത്, ഇതാണോ അതാണോ, അതല്ല. അത് അങ്ങനെയുള്ള അമിത സ്വാതന്ത്ര്യങ്ങൾ എടുക്കുകയും അതൊന്ന്. പിന്നെ ഞാനിപ്പോ കാണുന്ന വേറെ ഒരു വല്ലാത്തൊരു ഇത്, എല്ലാം ശരിയാണ്, ആണുങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, എല്ലാം ഞാൻ സമ്മതിക്കുന്നത്, എനിക്ക് അവരോടൊക്കെ സഹതാപവും സ്നേഹമുണ്ട്. പക്ഷെ എന്തിനാണ് ഈ പറയാൻ വൈകുന്നത്? 15 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ പോയപ്പോൾ, അതുവഴി വന്നപ്പോൾ എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ 15 സെക്കൻഡ് വേണ്ടല്ലോ ഒരു തന്നെ ഒരു ചൗകര്യ വിവരണം കൊടുക്കാൻ വേണോ? ആദ്യം ചെല്ലുമ്പോൾ ഒരുത്തൻ ശരിയല്ല, തന്റെ ഇടാ മര്യാദയ്ക്ക് നിന്നോ, നിന്റെ ചൗകുരി അടിക്കാൻ തകർക്കും എന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ പോരെ. അപ്പൊ 10 കൊല്ലം ചേട്ടാ അണ്ണ അപ്പൂപ്പാന്ന് പറഞ്ഞ് നടന്നു വെച്ച് പിന്നെ കിടന്നുകൊണ്ട് കഥ പറച്ചിലും, അതാ ആ കഥ പറയുന്നതിനകത്ത് എന്തോ കള്ളത്തരം ഉണ്ടോ എന്ന് സാധാരണക്കാരന് ഫീൽ ചെയ്യാണ്. ചിലപ്പോ സത്യമായിരിക്കാം, പക്ഷെ എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ ചുമ്മാ ആയിരിക്കും എവിടെ ആയിരുന്നു ഇതുവരെ എന്ന് ചോദിക്കുന്നതിന്റെ കാര്യം അതാ. എന്തുകൊണ്ട് ഇത്രയും നാൾ ഒളിച്ചു വെച്ചു? അങ്ങനെ ഒളിച്ചു വെച്ചാൽ കുടുംബത്തിൽ പ്രശ്നമാകുമോ എന്നുള്ളവർ ഇപ്പൊ മക്കൾ വരെ വലുതായിട്ടാണോ അത് പറയുന്നത്? അല്ലല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു രീതികൾ വന്നിട്ട് അതെനിക്ക് തോന്നുന്നത് കുറെയൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടോ ഇടപെടലോ, ഇപ്പം ആരെയെങ്കിലും എങ്ങോട്ടെങ്കിലും തെറ്റ് ചെയ്ത് വിളിച്ചു, ലഹരി വിരുദ്ധ കേസിനെ പിടിച്ചാൽ പോലും വിളിച്ചു പറയാൻ ആൾക്കാരുണ്ട് അല്ലേ? കൗൺസിലർമാരെ തൊട്ട് വിളിയോടെ വിളിയാ. ഞാനാണ് പറഞ്ഞത് അതൊന്നും സമ്മതിക്കരുത്. പോലീസുകാരും മിടുക്കന്മാരായിട്ടുള്ള ഓഫീഷ്യൽസ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് മീറ്റിംഗ് കൂടി അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ എപ്പോഴും പല പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആജ്ഞാശക്തി തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊരു പാർട്ടി അണികൾ, അതെല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരല്ല, കോൺഗ്രസ് ആയാലും BJP ആയാലും കുറച്ച് അണികൾ പറയുന്ന കേട്ടേ പറ്റുള്ളൂ ആര് ഭരിച്ചാലും. പക്ഷെ ആ കേൾക്കുന്ന കാര്യങ്ങൾ സാധാരണ ജനം എങ്ങനെ എടുക്കുമെന്നുള്ള ഒരു ചിന്ത കൂടി വന്നാൽ ചിലപ്പോ അവരായിരിക്കും ഏറ്റവും കൂടുതൽ കേരളം ഭരിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ന് പറയുന്നത് പോലെ ഈ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണെങ്കിലും ആണുങ്ങളുടെ വേണ്ടാതനത്തിന്റെ കാര്യമാണെങ്കിലും ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയുക, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണം. എന്താ എത്ര പ്രയാസം? അതിനുള്ള കഴിവുള്ള നേതാക്കന്മാരൊക്കെ നമുക്ക് പഴയ നേതാക്കന്മാർ തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കായിരിക്കുമല്ലോ അല്ലെ? ഇപ്പൊ നമ്മൾ കാണുന്നതൊക്കെ കണ്ടാലേ കേരളം ഇത് എങ്ങോട്ട് പോകാൻ തോന്നുന്നു, നമുക്ക് പേടിയാ. കൊച്ചു പിള്ളേർ വരെ സ്കൂളിന്റെ പുറകിൽ ചെന്ന് പറഞ്ഞ സ്കർട്ട് വലി, ഇതൊക്കെ ആരാണ് ഇവനൊക്കെ കൊണ്ട് കൊടുക്കുന്നത്? ഞങ്ങളൊക്കെ പണ്ട് കോട്ടയം സ്കൂളിൽ പഠിക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ടേച്ച് അവിടെ അടുത്ത് നിൽക്കും. ഒരാൾ വന്ന് കയറിയാൽ ആരാ എന്താന്ന് ചോദിക്കും. ഇത്രയും കച്ചവടം നടത്താൻ സമ്മതിക്കത്തില്ല. അതിന്റെ ഏറുവശത്തെ കടയിൽ പോയി മുട്ടായി വാങ്ങിച്ചോണം, നല്ല കട. ഇപ്പൊ വൈദ്യുതികളില്ല, ഉന്തുവണ്ടിയാ സ്കൂളുകളുടെ തടയിലത്തൊക്കെ. എന്താണ് അതൊന്നും സമ്മതിക്കരുത്. ഇത്ര ഏരിയ അവിടോട്ട് കച്ചവടം ബാൻഡാന്ന് തന്നെ പറയണം. അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ഈസിയായിട്ട് സാധിക്കുമെന്നല്ലേ. അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. എല്ലാവരും അവരവരുടെ സാമ്രാജ്യം വളർത്താനുള്ള ഒരു തത്രപ്പാടിൽ ഓടി നടക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിസ്സാരം എന്നുള്ള പേരിൽ വിട്ടുപോകുന്നത്. അതുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുട്ടികൾക്കിടയിൽ ഈ വയലൻസ് കൂടി വരിക, കൂടപ്പറപ്പുകളെ അച്ഛനമ്മയൊക്കെ തന്നെ കൊല്ലുക, ഈ വാർത്തകൾ കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവാറില്ലേ? അയ്യോ കൊള്ളാം, എന്തുവായി പറയുന്നേ? ഒരു വീട്ടിലെ ഒരു സന്തതി വീട്ടിലുള്ള 5 പേരെ കൊല്ലേ. അപ്പൊ ഒരാളെ കൊന്നേച്ച് കൂളായിട്ട് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചു ഞാൻ അടുത്തവനെ കൂടെ കൊന്നിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് പോകുന്നതല്ലേ അത് പോകുന്നത്. എന്താണ് അവന്റെ മാനസിക പ്രശ്നം? ഒന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന്റെ അന്വേഷണമാ. തെളിവെടുപ്പേ വേറെ വിദേശത്തെക്കാണ് ആരെങ്കിലും ഷേഡിത്തെ കൊണ്ട് കെട്ടിത്തൂക്കിയിട്ട് അന്നേരം വെടി വെച്ച് താഴെ ഇടും. ഒരു തെളിവെടുപ്പും വേണ്ട, കൊന്ന ശവം നമ്മുടെ കയ്യിൽ ഇരിക്കല്ലേ. എന്താ തെളിവ്? എന്തിനെ കൊന്നു, എങ്ങനെ കൊന്നു? ആ പറയുന്ന ആള് തന്നെ പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നത് 5 പേരെ എന്ന്. പിന്നെ എന്താ തെളിവ് വേണ്ടേ? അതല്ല, അങ്ങനെയല്ല, നമ്മൾ ഏത് വഴി കൂടെയാണ് ഈ കൊന്നത്, എങ്ങനെ കൊന്നു, ഇതിന്റെ പേരും പറയും ഒരു 6 മാസം നടക്കും. അതെനിക്ക് പലപ്പോഴും സത്യം പറയുക, എനിക്ക് ആകെ വിശ്വാസം എനിക്ക് ജുഡീഷ്യറിയുടെ നല്ല ഈ വിധി പറയുന്ന ജഡ്ജിമാരും എല്ലാം ഇവിടെ ഉണ്ട്. അത്ര 6 മാസം 8 മാസം അത് കഴിഞ്ഞ് 7 കൊല്ലം ഇങ്ങനെയൊക്കെ ഒരു കേസ് താമസിക്കുമ്പോൾ നമുക്ക് തോന്നുക എന്തിനെ ഇങ്ങനിട്ട് വലിച്ചു നീട്ടുന്നേ?
എവിടൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരം നടക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് നടത്തി തീർക്കാൻ വേണ്ടിയാണോ എന്ന് തോന്നിയാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ കാര്യം വിട്ടോളൂ. ഇപ്പൊ നമ്മുടെ അടുത്ത് അതെന്തമ്മാ 2017-18 നടന്നല്ലേ, 2024 ഇതുവരെ ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നതിന് നിയമത്തെ പറ്റി അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനെ കുറിച്ച് അറിയില്ലായിരിക്കാം. പക്ഷെ അത് സ്വാഭാവികമായ ഒരു സംശയമാണത്. എന്തിനാണ് ശിക്ഷിക്കാൻ ഇത്രയും സമയം? വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കുവോ? നമ്മൾ കണ്ടില്ലേ, അമേരിക്കയിലൊക്കെ റോഡിൽ പോകുമ്പോൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നേരെ പോലീസ് വെടിവെക്കുക, മുട്ടാതെ വെടിവെക്കുക, എടുത്തോണ്ട് പോവുക. അപ്പൊ അവിടൊക്കെ അങ്ങനെയായിപ്പോയി. അത്രയൊന്നും വേണ്ട, പക്ഷെ പിടിച്ചവനെ കൊണ്ടുപോയിട്ട് വലിച്ചു നീട്ടി ഇങ്ങനെ ജനം കാണുക കൊണ്ടു നടന്ന് ഇതൊന്നും ചെയ്യരുത്. അതാണ് എൻ്റെ അപേക്ഷ. എനിക്കറിയില്ല, ഈശ്വര, വിവരമുള്ള നിയമജ്ഞന്മാര് തന്നെ പറയട്ടെ. തെറ്റ് ചെയ്തതിന് ഏറ്റവും വലിയ ശിക്ഷ അപ്പ കൊടുക്കുക. അത് വലിയ പാർട്ടി നേതാവാകട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ അല്ലാത്തവരാകട്ടെ, ഇതുപോലുള്ള ഇപ്പൊ ഇത്തിരി കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത്രയും ഒരു അക്രമവാസന, ലഹരിയാന്ന് പറഞ്ഞ ഈ ലഹരി എവിടുന്ന വരുന്നത്? അത് ഞാൻ ചോദിച്ചു. അടുത്ത കാലത്ത് സത്യം പറയാണ്, ഞാൻ പേര് പറയുന്നില്ല, ഒരു മന്ത്രിയോട് സാറേ, നമ്മൾ ഈ വിദേശത്ത് പോകുമ്പോൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ നഖം, കണ്ണ്, മൂക്ക്, കുന്തം, കുടച്ചക്രം, പാസ്പോർട്ട് സകലതും അവന്റെ കമ്പ്യൂട്ടറിലുണ്ട്. അവിടെ വണ്ടിക്കകത്ത് നമ്മൾ ചെറിയ അപകടം പറ്റിയാൽ പോലും ടക്ക് ടക്ക് എന്ന് അടിച്ചു നോക്കിയാൽ നമ്മുടെ കംപ്ലീറ്റ് ചരിത്രം അവരുടെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. എയർപോർട്ട് തൊട്ട് പിന്നെ അവൻ ബ്ലോക്ക് ചെയ്യും, അല്ലെ? നമ്മൾ പുറത്ത് കിടക്കാതെ. അത്രയൊക്കെ രാജ്യത്തുനിന്ന് വേറെ രാജ്യത്ത് പോകുമ്പോഴാണെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു സംവിധാനം കൊണ്ടുവന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിലൊന്ന് ചോദിക്കണം. ഒരാൾ വന്നു, അതിനെയും ഗുവാഹട്ടി എക്സ്പ്രസ് വന്നിറങ്ങിയോ വേറെ വല്ലതും ജാംനഗറിൽ വന്നിറങ്ങിയോ അവിടുന്ന് റിസർവേഷൻ എടുക്കുമ്പോൾ ശരി, നമ്മൾ ആധാറൊക്കെ കാണിച്ചു പോയി, ആ ലിസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കണ്ടേ? ഇത്ര പേര് ഇന്ന കമ്പാർട്ട്മെന്റിൽ 30 പേര് വരുന്നുണ്ട്, ആ ഒരു സംവിധാനം ഇവിടെ വെക്കുന്നു. ഇവരെവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന അഡ്രസ്സ് എന്താ, ആരും, അതൊക്കെ ഉത്തരവാദിത്വപരമായിട്ട് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നതിൽ ഒരു പരിധി വരെയെങ്കിലും ഇത് ചെയ്തവനാരാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ചെയ്ത അവൻ അന്ന് രാത്രിയിലെ വണ്ടിക്ക് തിരിച്ചു പോവുക. അത് കള്ളത്തരമാകട്ടെ, മോഷണമാകട്ടെ, കൊലപാതകമാകട്ടെ, തീവ്രവാദമാകട്ടെ, എന്നിട്ട് ചെയ്തവനൊക്കെ പോയി. ബാക്കിയുള്ള ഈ നാട്ടിൽ കിടന്ന് മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവരുടെയൊക്കെ ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അതാണ് എനിക്കൊരു ചെറിയ വിഷമം. കേരളം ആ സംഭവങ്ങളൊന്ന് ക്രമീകരിച്ച് കൊണ്ടുവരാൻ നമ്മുടെ ശ്രീ പിണറായി വിജയനെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീട്ടില് കുസൃതിയൊക്കെ കാണിച്ച് ഓടി നടന്നിരുന്ന പ്യാരിലാലിന്റെ അനിയൻ, അതെ, പിന്നെ മകന്റെ പടത്തിൽ അഭിനയിക്കുക, മകന്റെ പടത്തിലൂടെ തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സിനിമയുടെ പ്രധാനിയാവുക, മോഹൻലാലിനെ പറ്റിയാണ്. പ്യാരിലാലിന്റെ എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായല്ലോ. ഈ ഇങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ച് അതിശയിച്ചു പോയിട്ടുണ്ടോ? എനിക്ക് ലാലുവൊക്കെ ഇവിടെ വലിയ സൂപ്പർ താരമായിട്ട് വന്ന് പിന്നെ ഇങ്ങനെ എന്റെ മക്കളുമായിട്ട് സഹകരിക്കുക, അന്ന് അങ്ങനത്തെ ചിന്ത വന്നിട്ടില്ല. ലാലു ഒരു കുസൃതി കൂടെ, പക്ഷെ ആള് മിടുക്കനാന്ന്, അസാമാന്യ കുശാഗ്ര ബുദ്ധിയാ. എല്ലാം മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ ചെയ്യുക, അത് ഇപ്പോഴും ഉണ്ട്. എല്ലാം അറിയാം അദ്ദേഹത്തിന്. അത് അദ്ദേഹം നയിക്കുന്ന സംഘടനയിലെ പ്രശ്നങ്ങളും അറിയാം, പുറത്തുള്ള പ്രശ്നങ്ങൾ അറിയാം, സിനിമാ ഫീൽഡിലെ പ്രശ്നങ്ങൾ അറിയാം, ഈ രാഷ്ട്രീയപരമായ പ്രശ്നം എല്ലാം അറിയാം. ലാലു അത്ര മണ്ടൊന്നുമല്ല, അതീവ ബുദ്ധിമാൻ. അത് കൊച്ചിലേ അതെ മിട്ടുമിട്ടുക്കനാ. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ സൈലന്റ് ആയിട്ട് അതെ അതെ എന്നൊക്കെ പറഞ്ഞിരിക്കും. നമ്മളൊക്കെ കൊലകൊലാന്നതൊക്കെ പറയും. ഇതാണ് വ്യത്യാസം. അങ്ങനെ മിണ്ടാതിരിക്കാനും ഒരു പ്രത്യേക ക്ഷമ വേണം. എനിക്ക് അത് പറ്റത്തില്ല. എനിക്ക് സങ്കടം തോന്നുന്ന കാര്യങ്ങൾ ഞാനങ്ങ് പറയാം. അതിനകത്ത് ഞാൻ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന നേതാക്കന്മാർക്ക് തോന്നുമായിരിക്കും ശരിയാണല്ലോ ആ തള്ള പറഞ്ഞത്, നോക്കാം എന്ന് വിചാരിക്കും എന്നുള്ളൊരു ധാരണയും ആഗ്രഹവുമാണ് നമ്മുടെ, അല്ലേ? അപ്പൊ ഞാനിതുപോലെ പറയാം. അതേസമയം ഇപ്പൊ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പറഞ്ഞാൽ കുറെ കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ മോഹൻലാലൊക്കെ ഇൻവോൾവ് ചെയ്ത് തുടങ്ങി. ഞാൻ പറഞ്ഞതാ, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പറയണം ഈ പിള്ളേരുടെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു പരസ്യവാചകം പറയുന്ന പോലെ അല്ല അവർ പറയേണ്ടത്. എനിക്ക് അവരോടൊക്കെ ഒരു അപേക്ഷയുണ്ട്. ഒരു വലിയ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരു പ്രസ്ഥാനം തുടങ്ങിക്കൂടെ? അല്ല, തുടങ്ങിയിട്ട് പിന്നെ ഈ സംസാരിക്കാൻ അറിയാൻ വയ്യാത്ത കുറെ പേര് അതിന്റെ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. സംസാരിക്കാൻ കാര്യകാരണ സഹിതം അതിന്റെ ഗൗരവങ്ങൾ പറയാനും മനസ്സിലാക്കാനും സംസാരിക്കാൻ അറിയാവുന്നവർ വേണം അതിന്റെ കമ്മിറ്റി വരാൻ. അല്ലാതെ 3-4 പെൺപിള്ളേർ, സ്ത്രീ സമത്വം ഞാൻ ഈ ആദ്യം പറഞ്ഞാല് അത് തുല്യ സംവരണം ഇതൊന്നും വേണ്ട. നല്ല അന്തസ്സായിട്ട് സംസാരിക്കുന്ന 2 ആണുങ്ങൾ മതി അതിനകത്ത്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതൊരു പിക്നിക്ക് പോകുന്ന പോലെ വല്ലയിടത്തുമൊക്കെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് കറങ്ങാനുള്ള ഒരു ഉപാധിയാക്കി സംഘടനകളായാലും ശരി, രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ ശരി, അവനവന്റെ പ്രസ്ഥാനത്തെ മാറ്റാതിരിക്കുക.
മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വ്യക്തികൾക്കൊന്നും അറിയാൻ വയ്യായിട്ടൊന്നുമല്ല. നല്ലതുപോലെ പുസ്തകം വായിക്കും. മോഹൻലാലും നല്ല എല്ലാ പുസ്തകങ്ങളും വായിക്കുകയും കൊച്ചിലെ പോലെ കുസൃതിയെല്ലാം ഉണ്ട്. അതൊക്കെ വളരെ സത്യമാണ്. കാരണം നിലത്തൂടെ സഞ്ചരിക്കുന്നത് കുറവായിരുന്നു. ഒരു 6 വയസ്സ് വരെ മിക്കവാറും മരത്തിന്റെ ഇതിൽ അവിടെ കാണും, മാവി കാണും എന്നൊക്കെ ആയിരുന്നു എല്ലാവരും പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞായിരുന്നു. പക്ഷേ ലാലുവിന്റെ ബുദ്ധിയും ലാലുവിന്റെ ഒരു ലോകപരിചയവും ലാലുവിനെ ഇത്രത്തോളം ഉയർത്തി. ഇന്ന് മോഹൻലാൽ പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും അതെ. അല്ലാതെ ചുമ്മാതെ ഒരു ആളാവാൻ വേണ്ടി എന്തെങ്കിലും അത് മമ്മൂട്ടിക്കും ഇല്ല കേട്ടോ. മമ്മൂട്ടി എപ്പോൾ വളരെ കുറച്ചേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ സെൻസിബിളായിട്ട് മമ്മൂട്ടി സംസാരിക്കും. അതൊക്കെയാണ് അവരുടെയൊക്കെ ഗുണങ്ങൾ. അതുകൊണ്ട് അവരുടെയൊക്കെ പേരാണ് ഉപയോഗിക്കുന്നത്. സംഘടനയുടെ തലപ്പത്തിൽ വരാൻ അവരവിടെ പോയിരുന്ന് രാവിലെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇന്ദ്രിയത്ത് തൊട്ടിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുമ്പോ നവോദയ അപ്പച്ചൻ വന്ന് സുകുമാരൻ ചേട്ടനോട് പടയോട്ടത്തിന് പറഞ്ഞ വാചകം ഇപ്പൊ ഞാൻ പറയാം. എന്റെ പൊന്നപ്പച്ച, ഞാൻ ഈ കുടുംബയൊക്കെ കിട്ടിയാൽ മഹാ ബോറായിരിക്കും. ഞാനുണ്ടെന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസില് അന്ന് സുഖം മമ്മൂട്ടിയുമായിട്ട് വലിയ അടുപ്പമാ. ഒരു സുമുഖൻ അല്ല സുന്ദരൻ ഒരു കൊച്ചൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതാരാന്ന് ചോദിച്ചു അപ്പച്ചൻ. അപ്പൊ പറഞ്ഞു ഈ പടത്തിനകത്ത് സ്ഫോടനം ഹീറോയാണ് അദ്ദേഹം, വീടുവിടുകന എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ ആദ്യമായിട്ട് എനിക്ക് മമ്മൂട്ടി വന്ന് കാണുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ മമ്മൂട്ടി ഒരു പിങ്ക് കളറിലൊരു ടവലും ഒക്കെ പോയപ്പോൾ ഞാൻ ചോദിച്ചു വൈഫില്ലേ സുലു അന്ന് എന്തോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയൊക്കെയാണ്. അന്ന് തൊട്ട് കാണുകയാണ് മമ്മൂട്ടി. അന്ന് ചേച്ചി എന്ന് വിളിച്ച ആ വിളി ഇപ്പോഴും മമ്മൂട്ടി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ അതിലുണ്ട്. പിന്നെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഈ കാണുമ്പോൾ ഒരു ഓവർ കാണിക്കുക, അത് ഞാൻ ആ പ്രദേശത്തോട്ടേ പോകത്തില്ല. കാരണം എനിക്ക് അവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അറിയാം. ഒന്നല്ല ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ കുഞ്ഞെന്ന് 50 എണ്ണം എടുക്കാം. പക്ഷെ അതല്ല, നമ്മൾ സമയവും സന്ദർഭം അവരെ കാണാൻ ജനം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അവരുടേതായ ലോകത്ത് അവരെ വിടുക. എനിക്കിപ്പോ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ചെന്നാൽ പറ്റത്തില്ല. ഒരിക്കലും മമ്മൂട്ടി പറയത്തില്ല 1 വരെ 10 എണ്ണം എടുക്കാന്ന് പറയും. അത്രയും എനിക്ക് അടുപ്പമാണ് മമ്മൂട്ടിയോടും ഭാര്യയോടും എല്ലാവരും. ദുഃഖരൊക്കെ ഞാൻ അടുത്തിടപെടുന്ന സമയത്ത് കുഞ്ഞുങ്ങളാ. ഇപ്പൊ അവരൊക്കെ വലിയ സൂപ്പർ സ്റ്റാർ ആയി പോയില്ലേ. അത് കാരണം അധികം കാണാറില്ല.